നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സഹയാത്രി. ഞാൻ സാലിഷ റസൽ. ഇന്നൊരു അടിപൊളി ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുഞ്ഞിന് കഥകൾ വായിച്ചു കൊടുത്തപ്പോഴാണ് അതിൽ ഫെയറി ഹൗസ് ശ്രദ്ധിച്ചത്. അപ്പോൾ ഇലകളും പൂക്കളും ഒക്കെ കൊണ്ട് അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ ചെയ്ത് നോക്കാം എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയിൽ ഞാൻ ചെയ്ത് നോക്കിയതാണ്. ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലും കുറച്ച് ക്ലേയുമാണ്. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് തന്നെ ചെയ്യാം. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും. ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് ഞാൻ എടുത്തത്. അപ്പോൾ താഴത്തെ ഭാഗം ഫെയറി ഹൗസിൻ്റെ ബേസായിട്ടും മുകളിൽ കൂർത്ത് നിൽക്കുന്ന ഭാഗം ഫെയറി ഹൗസിൻ്റെ റൂഫായിട്ടും ഒരു കത്തി കൊണ്ട് കട്ട് ചെയ്ത് നമുക്കൊന്ന് വെച്ച് നോക്കാം. താഴത്തെ ഭാഗം ഒന്നിങ്ങനെ പരന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു അലുമിനിയം ഫോയിൽ ഒന്ന് നന്നായിട്ട് ചുരുട്ടിയിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ക്യാപ്പിൻ്റെ മുകളിൽ കൂടി ചെയ്തു നോക്കിയപ്പോൾ അത് ശരിയായില്ല. അപ്പോൾ ആ ക്യാപ്പ് വരുന്ന ഭാഗം കൂടി ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ആ ഒരു കോൺ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അലുമിനിയം ഫോയിൽ കുപ്പിയുടെ മുകളിൽ വെച്ചിട്ട് ഒന്ന് അമർത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ നന്നായിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് എല്ലായിടത്തും ഒട്ടിച്ചെടുക്കുക. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് വിട്ടുപോരും. അപ്പം നല്ലോണം ഒട്ടിച്ചെടുക്കണം കേട്ടോ. ഇനി വെച്ച് നോക്കിയപ്പോൾ ഈ റൂഫിൻ്റെ ഭാഗം താഴത്തതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഒന്ന് പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡിലും കൂടെ അലുമിനിയം ഫോയിൽ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന രീതിയിൽ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. ഫെവിക്രിലിൻ്റെ മോൾഡിഡ് എയർ ഡ്രൈ ക്ലേ വെച്ച് നമുക്ക് ഈ ബോട്ടിലൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് 2 പാക്കറ്റിലായിട്ടാണ് വരിക, ബ്ലൂവും റെഡും. രണ്ടിൽ നിന്നും തുല്യ അളവിലെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. അധികം കട്ടിയിലല്ല കേട്ടോ, ചെറിയൊരു കനത്തിൽ ഇത് ചെയ്തെടുത്താൽ മതി. ചെയ്യുമ്പോൾ തന്നെ 2 ജനലിനും ഒരു വാതിലിനുള്ള സ്പേസ് ഒഴിച്ചിട്ട് ബാക്കി എല്ലായിടത്തും ഒട്ടിച്ചെടുക്കണം. ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചുരണ്ടി കളയാണ് ചെയ്തത്. താഴത്തെ ഭാഗം പുറത്തോട്ട് തള്ളി നിൽക്കുന്ന രീതിയിൽ ഒട്ടിച്ചിട്ട് നമുക്കൊരു മുറ്റം ഒരുക്കിയെടുക്കാം. ജനലും വാതിലൊക്കെ ഒന്നുകൂടി എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ക്ലേ ഒരു ബോർഡിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഗമ്മൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ അതവിടെ നന്നായിട്ട് ഒട്ടി നിന്നോളും. 2 ജനലിലും ഇതേപോലെ തന്നെ നമുക്ക് ക്ലേ വെച്ചിട്ട് ചെറിയൊരു ബോർഡർ കൊടുക്കാം. ഇപ്പോൾ തന്നെ പിന്നോ ടൂത്ത് പിക്കോ ഉപയോഗിച്ച് ഒരു ഡിസൈൻ വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് വരകളിട്ട് കൊടുക്കാം. ഉണങ്ങുന്നതിന് മുമ്പായിട്ട് ഇത് ചെയ്യണം കേട്ടോ. ഞാൻ ചെയ്തപ്പോഴേക്കൊക്കെ ഇത് കുറേശ്ശെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബേസ് ഏകദേശം ഓക്കെ ആയി. ഇനി നമുക്ക് മേൽക്കൂര ശരിയാക്കിയെടുക്കാം. ക്ലേ നേരത്തെ മിക്സ് ചെയ്ത് വെക്കരുത്. അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി റൂഫിൻ്റെ ഭാഗത്തും ക്ലേ ഇതുപോലെ മുഴുവനായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. കുറച്ച് ടാൽക്കം പൗഡർ കയ്യിൽ നന്നായിട്ട് പുരട്ടിയതിന് ശേഷം ക്ലേ കൊണ്ടുള്ള ആർട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ അത് ഒട്ടും ഒട്ടിപ്പിടിക്കില്ല. നമുക്കത് വൃത്തിയായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ പ്ലാസ്റ്റിക്കോ അലുമിനിയം ഫോയിലിൻ്റെ ഭാഗങ്ങളോ ഒന്നും ഒട്ടും പുറത്തേക്ക് കാണാത്ത രീതിയിൽ അധികം കട്ടിയിലല്ലാണ്ട് മുഴുവനായിട്ടും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. മേൽക്കൂരയുടെ മുകൾ വശം ഇങ്ങനെ കൂർത്തു നിൽക്കുമ്പോൾ ഒട്ടും ഭംഗി തോന്നില്ല. അപ്പോൾ അറ്റം മാത്രം കൈകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുക്കാം. വിരലുകളുടെ പാട് വല്ലാണ്ട് കാണുന്നുണ്ടായിരുന്നു ചെയ്ത് കഴിഞ്ഞപ്പോൾ. അപ്പോൾ കുറച്ച് ക്രീം കയ്യിൽ പുരട്ടിയിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഓടിച്ചു കൊടുത്തപ്പോൾ അത് നല്ല സ്മൂത്തായിട്ട് കിട്ടി. അപ്പോൾ ബേസിനും വേണമെങ്കിൽ നിങ്ങൾക്കതിങ്ങനെ ചെയ്യാം കേട്ടോ. എൻ്റെത് അപ്പോഴേക്കും ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു. മുമ്പ് ചെയ്തതുപോലെ തന്നെ ക്ലേ എന്നിങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് ജനലിന് അഴികൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ബേസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. താഴത്തെ ഭാഗം ഏതെങ്കിലും ലൈറ്റ് കളറും മുകളിലത്തെ ഭാഗം കുറച്ചുകൂടി ബ്രൈറ്റ് കളർ കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വൈറ്റ് അക്രിലിക് കളറ് സ്പോഞ്ച് ഉപയോഗിച്ച് ഡാബ് ചെയ്ത് മുഴുവൻ ഭാഗവും ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഫ്ലാറ്റ് ബ്രഷ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. ക്രീമൊക്കെ തേച്ചിട്ട് ഇത് നല്ല സ്മൂത്ത് സർഫസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിൻറ്റ് ചെയ്തെടുക്കാം. റെഡ് അക്രിലിക് കളറാണ് ഞാൻ റൂഫിന് വേണ്ടി എടുത്തത്. സ്പോഞ്ച് ഉപയോഗിച്ച് ഡാബ് ചെയ്ത് മുഴുവൻ ഭാഗം നന്നായിട്ട് കളർ ചെയ്തെടുത്തിട്ടുണ്ട്.
ഈ ക്ലേ ഒത്തിരി മുമ്പ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതല്ലാണ്ട് ഇങ്ങനെ കുട്ടി കുട്ടി പാക്കറ്റുകളിലും ക്ലേ മേടിക്കാൻ കിട്ടും കേട്ടോ. ക്ലേയുടെ കളറ് ഒട്ടും കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടിഭാഗത്തും കൂടി ഇതുപോലെ കുറച്ച് റെഡ് കളർ കൊടുക്കാം. വാതിലുള്ളതാണ് ഒന്നും കൂടി ഭംഗിയെന്ന് തോന്നി. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ക്ലേ ഒട്ടിച്ചിട്ട് ഒരു വാതിൽ ചെയ്തെടുക്കാം. മരത്തിൻ്റെ പാളികൾ പോലെ തോന്നാൻ വേണ്ടിയിട്ട് പിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കാടോ ഉപയോഗിച്ച് കുറച്ച് അടുപ്പിച്ച് കുറച്ച് വരകൾ ഇട്ട് കൊടുക്കാം. ബ്രൗൺ കളർ മാത്രം യൂസ് ചെയ്തപ്പോൾ ഇച്ചിരി ലൈറ്റ് കളർ പോലെ തോന്നി. അപ്പോൾ ഒരു നുള്ള് ബ്ലാക്ക് കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ജനലും വാതിലും പെയിൻറ് ചെയ്തെടുത്തത്. പാളികളൊന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് വരകൾക്കിടയിൽ പെയിൻറ് ചെയ്തപ്പോൾ കുറച്ചുകൂടി കറുപ്പ് നിറം കൂടുതൽ എടുത്തിട്ടാണ് ചെയ്തത്. രണ്ട് ജനലും അതിൻ്റെ അഴികളും കൂടെ അതേ കളർ ഉപയോഗിച്ചിട്ട് നമുക്ക് പെയിൻറ് ചെയ്തെടുക്കാം. നല്ല ബ്രൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കോട്ട് റെഡ് കളറും കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ കണ്ട പിക്ചറിൽ വള്ളികളും ചെടികളും കുഞ്ഞു കുഞ്ഞു പൂക്കളും ഉരുളൻ കല്ലുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കും അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. ക്ലേ ഇതുപോലെ നീളത്തിലാക്കി എടുത്തിട്ട് വാതിലിൻ്റെ രണ്ട് സൈഡിലും ഒരു വള്ളി പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ക്ലേ ചെറിയ ഉരുളകളാക്കിയിട്ട് ഈ വള്ളിയുടെ രണ്ട് സൈഡിലും ഒട്ടിച്ചു കൊടുക്കാം. ഒരു കാർഡ് ഉപയോഗിച്ച് അതിൽ ചെറിയ വരകൾ ഇട്ട് കൊടുത്തിട്ട് ഒരു ഇലയുടെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇത് രാത്രി ഷൂട്ട് ചെയ്തുകൊണ്ട് അത് അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. ഞാനത് വീണ്ടും റീഷൂട്ട് ചെയ്തിട്ട് അതിൻ്റെ ഭാഗങ്ങൾ ഈ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കൂടി നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. ഒരു ചെറിയ പീസ് ക്ലേ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ടത് വിരലുകൾ കൊണ്ടൊന്നിങ്ങനെ ചുരുട്ടി കൊടുത്താൽ നല്ല കുട്ടി കുട്ടി റോസസ് ഉണ്ടാക്കാം. അതിങ്ങനെ വള്ളിയുടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒട്ടിക്കാൻ വേണ്ടി ഗമ്മൊന്നും ഉപയോഗിക്കേണ്ട. ഉണങ്ങുന്നതിന് മുമ്പായതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ തന്നെ അതവിടെ നന്നായിട്ട് ഒട്ടി നിൽക്കും. ചെയ്ത ഉടനെ തന്നെ ഗ്രീൻ അക്രിലിക് കളർ ഉപയോഗിച്ച് വള്ളിയും ഇലകളും ഞാൻ പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞ് റോസാപ്പൂക്കൾ പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോറൽ റെഡ് കളറാണ് ഞാൻ എടുത്തത്. മേൽക്കൂര ഒന്നുകൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് പേൾ അക്രിലിക് കളർ ഒരു ചെറിയ ബ്രഷ് ഉപയോഗിച്ച് അധികം അടുത്തല്ലാണ്ട് കുറച്ച് വിട്ടിട്ട് പല വലിപ്പത്തിൽ ഇതുപോലെ മുഴുവൻ ഭാഗത്തും വരച്ചെടുത്തിട്ടുണ്ട്. ഈ റെഡും വൈറ്റും കളർ കാണുമ്പോൾ തന്നെ ഒരു ക്രിസ്മസിൻ്റെ കാലമാണ് ഓർമ്മ വരുന്നത്. ഇപ്പോൾ ക്രിസ്മസ് കാലത്ത് വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒന്നുകൂടി ഉണ്ടാക്കി വെച്ച് നോക്കൂ കേട്ടോ. ക്ലേ ഇതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള ബോൾസ് ആക്കി എടുത്തിട്ട് ഈ വാതിലിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ഉരുളൻ കല്ലിൻ്റെ ഒക്കെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് അതിലൊരു ലൈറ്റ് ബ്ലൂവും ബ്രൗണും ആഷൊക്കെ കളർ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കൊടുത്തത്. നമ്മുടെ വീടിൻ്റെ അകത്ത് ലൈറ്റ് കത്തി നിൽക്കണ പോലെ തോന്നാൻ വേണ്ടിയിട്ട് കുറച്ച് യെല്ലോ കളർ എടുത്തിട്ട് ജനലിനെ പെയിൻറ് ചെയ്ത് കൊടുക്കാം. ഈ ഫെയറി ഹൗസിൻ്റെ സൈഡിലൊക്കെ കുഞ്ഞു കുഞ്ഞു കൂണുകളൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലേ ഉപയോഗിച്ച് രണ്ട് കുഞ്ഞു കൂണ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ രണ്ടും ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് കുറച്ച് താഴ്ത്തി മറ്റേത് ഇച്ചിരി പൊക്കത്ത് നിൽക്കണ പോലെയാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ക്ലേ ഇതുപോലെ കുറച്ച് നീളത്തിൽ ഒട്ടിച്ചു കൊടുത്ത് അതിന് പച്ചക്കളർ പെയിൻറ് ചെയ്ത് ചെടികൾ വളർന്ന് നിൽക്കണ പോലെ ആക്കിയെടുക്കാം. ഒരു പൂമൊട്ടിൻ്റെ ഷേപ്പിൽ കുറച്ച് ക്ലേ എടുക്കുക. എന്നിട്ട് കത്രിക വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട്
റൗണ്ട് ഷേപ്പിലുള്ള, ഇപ്പോൾ ബ്രഷിൻ്റെ ഒക്കെ വാലറ്റം കൊണ്ട് ഒന്ന് പരത്തി കൊടുത്താൽ ഇതുപോലത്തെ കുഞ്ഞു പൂക്കൾ ഉണ്ടാക്കാം. അതുപോലെ 2-3 പൂക്കൾ ഉണ്ടാക്കി പിങ്ക് കളറൊക്കെ കൊടുത്തിട്ട് ഈ പുല്ലിൻ്റെ മുകളിൽ പിടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പുല്ല് വളർന്നു നിൽക്കണ പോലെ തോന്നാൻ വേണ്ടിയിട്ട് കുറച്ച് ക്ലേ ഇങ്ങനെ വീടിൻ്റെ മുന്നിലൊക്കെ ആയിട്ട് പരത്തി ഒട്ടിച്ചു കൊടുത്തിട്ട് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഇതുപോലെ എല്ലായിടത്തും ഒന്ന് കുത്തിക്കൊടുത്ത് ഗ്രീൻ അക്രിലിക് കളർ കൊടുത്തിട്ടുണ്ട്. കുഞ്ഞു കൂണിന് റെഡിൻ്റെ കൂടെ കുറച്ച് ഓറഞ്ചും മഞ്ഞയും കളറും കൂടിയും പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വാതിലിൻ്റെ മുന്നിൽ കുറച്ച് ക്ലേ ഒട്ടിച്ചു കൊടുത്ത് ഒരു കാർഡ് ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് പരത്തി വൈറ്റും ബ്ലാക്കും കളറ് മിക്സ് ചെയ്ത് ഒരു ഗ്രേ കളറാക്കിയിട്ട് നമുക്ക് പെയിൻറ് ചെയ്തെടുക്കാം. ഇപ്പോൾ ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞ് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് റൂഫൊക്കെ വെച്ച് നമ്മളെ ഫെയറി ഹൗസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫെയറി ഹൗസ് കണ്ടില്ലേ, അടിപൊളിയായില്ലേ? അപ്പോൾ ഉണങ്ങിയതിന് ശേഷം 2 കോട്ട് വാർണിഷും കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇത് നിങ്ങളുടെ ഇൻഡോർ ഗാർഡനിലോ അല്ലെങ്കിൽ ബാൽക്കണി ഗാർഡനിലോ പ്ലേസ് ചെയ്യാം. നല്ല ഭംഗിയായിരിക്കും. ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ ചെയ്തെടുത്തതല്ല, പല ദിവസങ്ങളിൽ പല സമയങ്ങളിലായിട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ലൈറ്റിന്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക.